കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഏൽപ്പിച്ചിട്ടുള്ള അധിക ഭാരങ്ങൾ, അതുപോലെ തന്നെ ദുർഭരണം, ഇതിനെതിരായിക്കൊണ്ട് കേരള ജനത വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടാണ് കടന്നു വരുന്നത്. കേരളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് വയനാട് ജില്ല, ഈ വയനാട് ജില്ല എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാനന്തവാടിയിൽ മത്സരിക്കുന്ന മന്ത്രി OR കേളു അവിടെ പരാജയപ്പെടും. അതുപോലെ തന്നെ പ്രിയങ്കരനായ ടി സിദ്ദീഖ് കൽപ്പറ്റയിൽ വൻപിച്ച ഭൂരിപക്ഷം, കൽപ്പറ്റ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിലേക്ക് എത്തും. അതുപോലെ സുൽത്താൻ ബത്തേരിയിൽ ഒരുപാട് ആരോപണങ്ങളുമായി IC ബാലകൃഷ്ണനെ ഇടതുപക്ഷം നേരിട്ടതാണെങ്കിൽ കൂടി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് 4ാം തവണയും IC ബാലകൃഷ്ണൻ MLA ആയി വരും.